ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ സൈഡിൽ നിന്നൊരു സൗണ്ട് ഉണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റണം, അത്രയും കേസാണ് പറഞ്ഞത്. വാട്ടർ സർവീസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞാണ്. അപ്പോൾ വണ്ടി നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയേക്കുന്നത് 34,698 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ മീറ്ററിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി വർക്കിന് കയറ്റി. എൻജിൻ സൗണ്ടിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ അകത്തൊരു ചെയിൻ വരുന്നുണ്ട്, ടൈമിങ് ചെയിൻ എന്ന് പറയും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവുന്ന ഒരു ചെയിനാണ്. അതായത് ചെയിൻ ലൂസ് ആവുന്നതിനനുസരിച്ച് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു യൂണിറ്റാണ്. ക്യാം ചെയിൻ ടെൻഷനർ എന്ന് പറയും. ഇത് ഫെയിൽഡ് ആയതാണ് ആ കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ അത് നമ്മളത് അഴിച്ച് മാറ്റണം. അത് മൊത്തത്തിൽ അഴിച്ചാൽ എഞ്ചിൻ കവർ കാര്യങ്ങളൊക്കെ അഴിച്ചാലാണ് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. കമ്പനി ലൈനർ പുതിയ ലൈനറാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ഓയിൽ കാര്യങ്ങൾ നോക്കി വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ബാക്കിലത്തെ ടയർ പുതിയ ടയർ ഇട്ടേക്കണേ. പക്ഷേ വണ്ടി ഓടുന്ന സമയത്ത് വണ്ടിക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഒരു ചാട്ടം വരുന്നുണ്ട്. അത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിയില്ല. വണ്ടിക്ക് വണ്ടി ഓടുന്ന സമയത്ത് ഒരു ചാട്ടം കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചാണ്. അത് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസിന് ഉള്ളതാണ്, അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഓരോ പാർട്സുകൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോണ്ടല്ലോ, ബെൽറ്റ് നിലവിൽ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ഇവിടെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കട്ടറുടെ ഉള്ളിക്കടെയൊക്കെ പൊട്ട് വീണിരിക്കുന്നുണ്ട് ഈ സൈഡൊക്കെ. എപ്പോൾ വേണമെങ്കിലും അത് പൊളിഞ്ഞ് പോകാവുന്നൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ഓട്ടം അനുസരിച്ചിട്ട് അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ ബെൽറ്റ് മാറ്റി കളയണമായിരിക്കും ബെറ്റർ. ഇപ്പം നമുക്ക് ഇത് സർവീസിന് അഴിച്ചേക്കും ആ കൂട്ടത്തിൽ മാറ്റുമ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. നേരെ മറിച്ച് ബെൽറ്റ് പൊട്ടി വഴി വിട്ടുപോയി സർവീസ് ചാർജ് അടക്കം നമുക്ക് അഡീഷണലായിട്ട് എമൗണ്ടുകൾ വന്ന കേസാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റി പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോക്കിയിട്ട് പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. പിന്നെ ടെൻഷനർ, ഈ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ടെൻഷനർ നമ്മൾ എഞ്ചിൻ സൗണ്ടിന് വേണ്ടിയിട്ട് ഇത് മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ലീക്കേജ് കാണുന്നുണ്ട്. ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായി തുടങ്ങിയേക്കണതാണ്. റബ്ബർ ഗ്യാസ്കറ്റാണ്. അത് അഴിച്ച് മാറ്റിയിടാണെങ്കിൽ ആ കംപ്ലയിൻ്റ് അവിടെ മാറിപ്പോളും. പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് ഒരു ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ അഴിക്കാം. ഫ്രണ്ട് ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും. അത് ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാനാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി 2023 ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ, മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ വോൾട്ട് ആണെങ്കിൽ 10.72 ലോഡ് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് വന്നത് 6.67 വന്നിട്ടുണ്ട്. 6.70. അതായത് 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് വരും. ആ ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് വണ്ടി വർക്കാവുള്ളൂ. ഇത് മിക്കവാറും സെൽഫ് എടുക്കാൻ സാധ്യത കുറവാണ്. കാരണം സെൽഫ് ഇനിയിപ്പോൾ ബൈ ചാൻസ് സെൽഫ് എടുത്താൽ തന്നെ പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് എപ്പോഴെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് വരും. ബാറ്ററിയുടെ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ബാറ്ററി മാറ്റിയാലാണ് അത് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. ശ്രദ്ധിച്ചോളാം, ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ്, അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. ഇതിനകത്ത് കീ സെറ്റ് താക്കോൽ ഊരി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കീ സെറ്റായിട്ട് മാറ്റേണ്ടി വരും. അതല്ലെങ്കിൽ കീ ഡ്യൂപ്ലിക്കേറ്റിനടുത്ത് ചോദിച്ചു നോക്കാം, എന്നിട്ട് മാത്രം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, റെഡി ആവുമോ ചോദിച്ചിട്ട്. അതല്ലെങ്കിൽ കീ സെറ്റ് അസംബ്ലി ആയിട്ടാണ് നമുക്ക് മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് അത് റെഡി ആവുള്ളൂ. അപ്പോൾ കീ സെറ്റ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണമെന്നില്ല. അത് വീഡിയോ കണ്ടതിന് ശേഷം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. മൈറ്റ് അവൈലബിൾ ആണോ, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള ദിവസം കൂടി നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് പറയാം. അതിനകത്ത് ഈ ക്ലച്ചിലേക്ക് വരുമ്പോൾ ബെൽറ്റ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് ക്യാം ചെയിൻ എന്ന് പറഞ്ഞാൽ ടെൻഷനർ വരും. അതേപോലെ തന്നെ ഹെഡ് കവറിൻ്റെ ഈ ഗ്യാസ്കറ്റ് ലീക്ക് ഉള്ളതുകൊണ്ട് ഹെഡ് കവർ ഗ്യാസ്കറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. മൗണ്ട് റബ്ബർ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ബാറ്ററിയുടെ കേസ് ഞാൻ അതിനകത്ത് കാണിക്കുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. കാരണം അതൊന്നും കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ ഇത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ബെൽറ്റ് പൊട്ടിയിരിക്കുന്നതാണ് ഞാൻ എസ്റ്റിമേറ്റ് കാണിച്ചേക്കണം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പരമാവധി നേരത്തെ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ കറക്റ്റ് വിദ്യാംശം ചെയ്യാണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2:30-3 മണിയാകുമ്പോഴത്തേക്കും എടുക്കാവുന്ന രീതിയിൽ സെറ്റാക്കാം. ഓക്കെ.